Welcome back to Shahnaz in Wonderland with another episode of നോമ്പ് മെമ്മറീസ്. റംസാൻ മാസമാണല്ലോ, അപ്പോൾ നോമ്പിൻ്റെ ഓർമ്മകൾ, പഴയ കാലത്തെ നോമ്പ് ഓർമ്മകൾ ഭയങ്കര രസമാണ്. ഇപ്പോൾ എല്ലാവരും ഓരോരോ വീട്ടിൽ സ്വന്തം വീട്ടിൽ ആണ്, പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ നമ്മളിങ്ങനെ സെക്യുലറായിട്ട് തന്നെ അധികം കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. കുറച്ച് ഫാറല്ലേ കോഴിക്കോട്. അപ്പോൾ പണ്ട് തറവാട്ടിൽ, കൊയിലാണ്ടിയിലെ തറവാട്ടിൽ ഞാൻ അധികം നിന്നിട്ടില്ലെങ്കിലും തറവാട്ടിലുള്ള നോമ്പ് കാലം ഭയങ്കര രസമായിരുന്നു. അത്താഴമാണ് ഏറ്റവും ബെസ്റ്റ്. അന്നേരം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇടയ്ക്ക് ആണ് ഉണ്ടാവുക, വീട്ടിൽ തറവാട്ടിൽ ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ, അധികം ഹോസ്റ്റലിലായിരിക്കും. അപ്പോൾ അവിടെ തറവാട് എന്ന് പറഞ്ഞാൽ എത്ര റൂംസ് ഉണ്ട്, അത്ര റൂംസ് ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആ തറവാട് പൂട്ടിക്കിടക്കുക, ആരുമില്ല, എല്ലാവരും സ്വന്തം വീടെടുത്ത് പോയി, ആരുമില്ല. അമ്മായിൻ്റെ കാലശേഷം പിന്നെ അതിനാരും നോക്കുന്നും കൂടിയില്ല. അപ്പോൾ അതങ്ങനെ അനാഥയായിട്ട് അങ്ങനെ കിടക്കുക, പൊളിഞ്ഞ് കിടക്കുക, ഭയങ്കര സങ്കടം. അതിൻ്റെ പടപ്പുര കാണും ഇപ്പോഴും നല്ല വിഷമം. പക്ഷേ ആ തറവാട് കാണുമ്പോൾ എനിക്ക് പപ്പൻ്റെ ഓർമ്മകളാണ് ഫുള്ള്. ഞങ്ങൾ ചെറുപ്പത്തിലെ വന്ന ഓർമ്മകൾ, പപ്പൻ്റെ കൈ പിടിച്ച് വന്നത്, കയറിയത് മമ്മിയും പപ്പയും എൻ്റെ അനിയനും എല്ലാവരും കൂടി എല്ലാവരും അവിടെ വന്നതും ഒക്കെ ഓർമ്മ വരും. അപ്പോൾ അത്താഴം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഉമ്മാമയുണ്ടായിരുന്നു. ആ സമയത്ത് ഉമ്മാമക്ക് കുറച്ച് ഏജ്ഡ് ആയിരുന്നു, അമ്മായികളുണ്ടായിരുന്നു, പിന്നെ അമ്മായിയുടെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ റൂമിലും ചെറിയ കുഞ്ഞു മക്കളുണ്ടായിരുന്നു, മാഷല്ലാ. അപ്പോൾ അന്ന് അത്താഴം വെക്കാൻ ഒരു ലേഡീനെ വെക്കും. രാത്രി അവരിരുന്നിട്ട് എല്ലാം ഉണ്ടാക്കും. നമ്മുടെ പണ്ടത്തെ ലഞ്ച് എങ്ങനെ ലാവിഷ്, ഇപ്പം ലഞ്ചൊന്നും അങ്ങനെ ലാവിഷ് അല്ലല്ലോ, ഉപ്പേരി പൊരിച്ചതും എല്ലാം ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ അത്താഴക്കാരി ചൂടോടെ ചോറുണ്ടാക്കും, മീൻ പൊരിച്ചത്, ഉപ്പേരി, പിന്നെ ചമ്മന്തിക്ക് അവിടെ പറയാം മുളക് പൊടിച്ചത്. അത് നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളീൻ്റെ ഒക്കെ സ്മെൽ, നല്ല വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചതച്ചിട്ടുള്ളൊരു മുളക് പൊടിച്ചത്, പിന്നെ അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു അത്താഴമായിരിക്കും. നമ്മൾ 3 കസിൻസാണ്, ബെസ്റ്റ് ഫ്രണ്ട്സും കസിൻസാണ്. നമ്മൾ എന്തും ചെയ്യുന്നത് ഒന്നിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കസിൻസ് എല്ലാവരും വന്ന് വിളിച്ച് അത്താഴത്തിന് എണീക്കുന്ന ജോയിൻറ്റ് ഫാമിലിയിലുള്ള അത്താഴം കഴിക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കൾ വരെ എണീക്കും. കുറേ മക്കൾ നോമ്പെടുക്കും, പക്ഷെ തീരെ ചെറുത്ത് നോമ്പെടുക്കാത്തവർ വരെ എണീക്കും. പക്ഷെ അതൊരു ആഘോഷമായിരുന്നു അത്താഴം കഴിക്കൽ. അത്ര രസം എവിടെയും ഉണ്ടായിട്ടില്ല. അത്താഴം കഴിച്ച് നോമ്പിൻ്റെ ഒരു അത്താഴത്തിന് എണീക്കലും. പള്ളി തൊട്ടടുത്തായതുകൊണ്ട് കാലിയാറ് പിന്നെ കാറി ബാങ്ക് കൊടുക്കാൻ പോകുന്നതൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് കേൾക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. പിന്നെ ചെറിയ കസിൻസൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ എല്ലാം റെഡിയാക്കി ടേബിളിൽ നോമ്പ് തുറക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് ടൈം നോമ്പെടുക്കുന്ന കുട്ടികളുണ്ട്. അവർ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ടയേർഡാവും. പിന്നെ നമ്മളൊക്കെ അവരെ പിടിച്ച് വെക്കുകയാണ്, വെള്ളം കുടിക്കല്ലേ കഴിക്കല്ലേ എന്ന് വെച്ചാൽ അവർക്ക് ക്ഷമ വിടുന്ന സമയമായിരിക്കും. അപ്പോൾ കാലിയാറെ ബാങ്ക് കൊടുത്തുകൂട് എന്ന് പറയും കുട്ടികൾ. ചെറിയ മക്കളാണ്. അങ്ങനെ കാലിയാർ കാറി വായൊക്കെ ഇതാക്കി മറ്റേ ബാങ്ക് കൊടുക്കാൻ പോകുന്നവരെ ക്ലിയറായിട്ട് കേൾക്കും. അപ്പോൾ ആ ഒരു ഓർമ്മകൾ ഭയങ്കര രസമായിരുന്നു. കൊയിലാണ്ടി തറവാട്ടിലുള്ള നോമ്പ് തുറക്കൽ നല്ല കുറേ ഐറ്റംസ്, ആ ഒരു ടേസ്റ്റ് പിന്നെ എവിടെയും കിട്ടിയിട്ടുമില്ല എന്ന് എനിക്ക് പറയാം. ജോയിൻറ്റ് ഫാമിലിക്ക് കുറേ മൈനസ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും കുറേ പ്ലസ് പോയിൻറ്റ്സും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ജോയിൻറ്റ് ഫാമിലിയിൽ ശരിക്കും ചെറുപ്പത്തിലേ നിന്ന കുട്ടികൾക്ക് എവിടെ പോയാലും അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ആദ്യം വന്നപാട് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ ആൾക്കാരുള്ള വീട് അധികം ഇഷ്ടമാണല്ലോ, അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാലും കുറേ പ്രോബ്ലംസ്, ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എവിടെ പോയാലും ഈ റബ്ബർ ബോൾ പോലെയാണ്. അത് എന്നെപ്പറ്റി തന്നെ ഞാൻ തന്നെ ഒരു കോംപ്ലിമെൻറ്റ് പറയാം. എവിടെ പോയാൽ ഞാൻ റബ്ബർ ബോൾ പോലെ അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഗുഡ് പോയിൻറ്റ്സേ ഉള്ളൂ. അവിടെ വലിയ ബാഡ് പോയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് ജോയിൻറ്റ് ഫാമിലിയിൽ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, അതില്ലാണ്ട് നിൽക്കില്ലല്ലോ. എന്നാലും അതിനേക്കാളും രസമായിരുന്നു എല്ലാവരും കൂടിയുള്ള കുറേ കാര്യങ്ങൾ. ഈ നോമ്പിനാണ് ഏറ്റവും വലിയ രസം. നോമ്പിനും പെരുന്നാളിനൊക്കെ ആ രസം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഓർമ്മകളുമായിട്ട് ഞാൻ ഇന്നത്തെ നിർത്തട്ടെ. ഇനി ഓർമ്മകളുമായി പിന്നെ വരാം ഇൻഷാ അല്ലാഹ്.